നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് 2026-ലാണ്. പക്ഷേ ചൈനയുടെ കണ്ണ് 2049 എന്ന വർഷത്തിലാണ്. എന്താണ് ഈ 2049-ൻ്റെ പ്രത്യേകത? ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണത്തിൻ്റെ 100-ാം വാർഷികമാണത്. ഈ വർഷത്തോടെ ചൈനയെ ഒരു മോഡേൺ സോഷ്യലിസ്റ്റ് രാഷ്ട്രമാക്കി മാറ്റുക എന്ന ലാക്കോടെയാണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുമ്പോട്ട് പോകുന്നത്. മാവോ സെതുങ്ങിൻ്റെയും ദെങ് സിയാവോപിങ്ങിൻ്റെയും ആശയങ്ങളുടെ ഒരു മിശ്രണമാണ് ഇന്ന് ചൈനയെ ഭരിക്കുന്നതെന്ന് പറയാം. മാവോയുടെ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് ആശയ വ്യക്തതയും ദെങ്ങിൻ്റെ മാർക്കറ്റ് സോഷ്യലിസ്റ്റ് സമീപനങ്ങളും ഒത്തിണങ്ങിയ ഒരാളാണ് ഇന്ന് ചൈനയെ ഭരിക്കുന്നത്, ഷീ ജിൻപിങ്. നിരന്തരമായ വിപ്ലവങ്ങളിലൂടെ സമൂഹത്തെ പരിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നതിന് പകരം ജനജീവിതത്തെ ലഭ്യമായ റിസോഴ്സുകൾ ഉപയോഗിച്ച് മെച്ചപ്പെടുത്തി വരികയാണ് ചൈന ദെങ്ങിൻ്റെ കാലം മുതൽക്ക് ചെയ്തു വരുന്നത്. ഈ യാത്രയുടെ ഒരു നിർണായക ഘട്ടമാണ് 2049. മാവോ സെതോങ് ജനകീയ ഭരണകൂട പ്രഖ്യാപനം നടത്തിയതിൻ്റെ 100-ാം വാർഷികമാണ് 2049. ഈ വർഷത്തോടെ ചൈനയിൽ സോഷ്യലിസത്തിൻ്റെ പ്രാഥമിക ഘട്ടം പൂർത്തിയാകും എന്നാണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കരുതുന്നത്. ഇതോടെ ആധുനിക സോഷ്യലിസ്റ്റ് രാഷ്ട്രം സ്ഥാപിക്കപ്പെടും. ഉയർന്ന വരുമാനമുള്ള സാമ്പത്തിക വ്യവസ്ഥയായി ചൈന മാറും. ലോകത്തിലെ ഏറ്റവും ആധുനികമായ സാങ്കേതിക ശേഷി കൈവരിക്കപ്പെടും. ഉയർന്ന തോതിലുള്ള ആഭ്യന്തര ഉപഭോഗം വളരും. ഇതിനകം തന്നെ നിയന്ത്രിക്കപ്പെട്ട അതിദാരിദ്ര്യം ഉന്മൂലനം ചെയ്യപ്പെടും, അഥവാ അതിദാരിദ്ര്യത്തിൻ്റെ മൂലകാരണങ്ങൾ ഇല്ലാതാക്കും. ഇതിന് വൻ പദ്ധതികളാണ് ചൈനയ്ക്കുള്ളത്. ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് അവയിലൊന്നാണ്. ഏഷ്യയിലെ വലിയൊരു ഭാഗത്തെയും ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക എന്നിവിടങ്ങളെയും വ്യവസായവൽക്കരിക്കുകയും അതിൻ്റെ ഗുണങ്ങൾ സ്വീകരിച്ച് സ്വയം വളരുകയും ചെയ്യുക എന്നതാണ് ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവിലൂടെ ചൈന ലക്ഷ്യമിടുന്നത്. അതിശക്തമായ ഉൽപ്പാദന വ്യവസ്ഥ ചൈന കെട്ടിപ്പടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് മികച്ച വിപണികൾ കണ്ടെത്താൻ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവിന് സാധിക്കും. ദീർഘകാലമായി കുറഞ്ഞതോ ഇടത്തരമോ ആയ വരുമാനത്തിൻ്റെ പരാധീനതകൾക്കുള്ളിൽ പെട്ടുകിടക്കുന്ന രാജ്യങ്ങളെയാണ് ചൈന ലക്ഷ്യം വയ്ക്കുന്നത്. ഇറാനും ഇന്തോനേഷ്യയും പാകിസ്ഥാനും ശ്രീലങ്കയും കെനിയയും ഗൾഫ് രാജ്യങ്ങളും തുടങ്ങി നിരവധി ലോകരാജ്യങ്ങൾ ഈ പദ്ധതിയെ പിന്തുണയ്ക്കുന്നുണ്ട്. തുർക്കിയും റഷ്യയുമെല്ലാം ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവിൽ സജീവ പങ്കാളികളാണ്. ഇന്ത്യ ഈ വിഷയത്തിൽ വളരെയേറെ ധ്യാനിക്കുന്നുണ്ട്. ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷനിൽ അംഗമാണെങ്കിലും BRIയിൽ നിന്ന് ഇന്ത്യ പിൻവാങ്ങി നിൽക്കുകയാണ്. ചൈന പാകിസ്ഥാൻ ഇക്കണോമിക് കോറിഡോർ BRIയുടെ ഭാഗമാണ്. അതിനാൽ തന്നെ അതീവ ജാഗ്രതയോടെയാണ് ഇന്ത്യ ഈ പദ്ധതിയെ കാണുന്നത്. 2049 ലക്ഷ്യത്തിലേക്കുള്ള ചൈനയുടെ യാത്രയിൽ ഏറെ പ്രധാനമാണ് രാജ്യത്തെ സഹകരണ സംഘങ്ങൾ. ആഭ്യന്തര തലത്തിൽ ഉൽപ്പാദനവും അതിൻ്റെ ഉപഭോഗവും വർദ്ധിപ്പിക്കുന്നതിലേക്ക് വലിയ സംഭാവന നൽകാൻ സഹകരണ സംഘങ്ങൾക്ക് സാധിക്കും. നാം കേരളത്തിൽ കാണുന്നത് പോലെ തന്നെ പഴയ ജമീന്ദാർ കുണ്ടികക്കാർ പിന്നീട് സഹകരണ ബാങ്കുകളായി പരിണമിച്ചതിന് സമാനമായ സ്ഥിതി ചൈനയിലും കാണാനാകും. ഇപ്പോഴും വിവിധ മേഖലകളിലുള്ള സഹകരണ സംഘങ്ങൾ ഫ്യൂഡൽ ക്രമത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഇവയെല്ലാം ക്രമേണ ആധുനികവൽക്കരിക്കുകയും ജനകീയമാക്കുകയും ചെയ്യും. നഗരങ്ങളും ഗ്രാമങ്ങളും തമ്മിലുള്ള അന്തരം കുറയ്ക്കുന്നതിനും വരുമാനപരമായ അന്തരം കുറയ്ക്കുന്നതിനും സഹകരണ പ്രസ്ഥാനം ചൈനയെ ഏറെ സഹായിക്കും. ഇതിനെല്ലാം പുറമെ സെമി കണ്ടക്ടർ, AI, റോബോട്ടിക്സ്, എയ്റോസ്പേസ്, ഗ്രീൻ എനർജി തുടങ്ങിയ മേഖലകളിലെ വളർച്ചയും ചൈനയെ മോഡേൺ സോഷ്യലിസ്റ്റ് രാജ്യമാകാനുള്ള യാത്രയിൽ സഹായിക്കും. ചൈന ലോകത്തിൻ്റെ നെറുകയിലെത്താൻ ലക്ഷ്യമിടുന്ന 2049 എന്ന വർഷം വെറും ഒരു അക്കമല്ല, മറിച്ച് അമേരിക്കയുടെ ഉറക്കം കെടുത്തുന്ന ഒരു കൃത്യമായ പദ്ധതി കൂടിയാണ്. 2049 ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക സൈനിക ശക്തിയായി മാറാനുള്ള ഷീ ജിൻപിങ്ങിൻ്റെ ഈ നീക്കത്തെ ഡൊണാൾഡ് ട്രംപ് എങ്ങനെയാണ് പ്രതിരോധിക്കാൻ പോകുന്നത്? ഇക്കാര്യം ആഗോള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ്. റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നതനുസരിച്ച് ചൈനയുടെ ഈ ദീർഘകാല പദ്ധതിയെ തകർക്കാൻ അമേരിക്ക ഫസ്റ്റ് എന്ന നയവുമായി ട്രംപ് വീണ്ടും സജീവമാകുമ്പോൾ അത് ലോക സാമ്പത്തിക ക്രമത്തെ തന്നെ മാറ്റിമറിച്ചേക്കാം. ഇത് കേവലം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കമല്ല, മറിച്ച് വരും ദശാബ്ദങ്ങളിൽ ലോകത്തെ ആര് ഭരിക്കണം എന്നതിൻ്റെ പോരാട്ടമാണ്. വെറും സാമ്പത്തിക ഔന്നത്യം മാത്രമല്ല ചൈന ലക്ഷ്യമിടുന്നത്. 2049 ചൈന ലോകത്തിലെ ഏറ്റവും കരുത്തുള്ള സൈനിക ശക്തി കൂടിയായി മാറിയേക്കും.
ചൈനയുടെ 2049 പദ്ധതിയെക്കുറിച്ച് പറയുമ്പോൾ അത് കേവലം സാമ്പത്തിക വളർച്ചയിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല എന്ന് നയതന്ത്ര വിദഗ്ധർ വിലയിരുത്തുന്നുണ്ട്. പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ 100-ാം വാർഷികം ആഘോഷിക്കുമ്പോൾ ലോകത്തെ എല്ലാ മേഖലകളിലും ഒന്നാമതെത്തുക എന്നതാണ് അവരുടെ ലക്ഷ്യം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, ബഹിരാകാശ ഗവേഷണം തുടങ്ങിയ അത്യാധുനിക മേഖലകളിൽ അമേരിക്കയെ മറികടക്കാൻ ചൈന വൻതോതിൽ പണം നിക്ഷേപിക്കുന്നുണ്ടെന്ന് ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നു. ഇതിനെ പ്രതിരോധിക്കാൻ ട്രംപ് ഭരണകൂടം സ്വീകരിക്കുന്ന കടുത്ത വ്യാപാര നിയന്ത്രണങ്ങളും താരിഫുകളും ചൈനീസ് സമ്പദ് വ്യവസ്ഥയെ വലിയ തോതിൽ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. പരാജയഭീതിയിലെന്ന പോലെ ഒരുതരം പരിഭ്രാന്തി ട്രംപിനെ പിടികൂടിയതായി ലോകം സംശയിക്കുന്നു. ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവിനെ അമേരിക്ക വളരെ ആശങ്കയോടെയാണ് കാണുന്നത്. ഏഷ്യയെയും ആഫ്രിക്കയെയും യൂറോപ്പിനെയും ചൈനയുമായി ബന്ധിപ്പിക്കുന്ന ഈ നീക്കം ലോകരാജ്യങ്ങളെ ചൈനയുടെ കടക്കണിയിലാക്കും എന്നാണ് അമേരിക്കൻ പക്ഷം വാദിക്കുന്നത്. 2049 ഈ പദ്ധതി പൂർത്തിയാകുമ്പോൾ ലോകത്തെ ഭൂരിഭാഗം വ്യാപാരപാതകളും ചൈനയുടെ നിയന്ത്രണത്തിലാകുമെന്ന് ട്രംപ് ഭയപ്പെടുന്നു. ഇതിനെ ചെറുക്കാൻ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി ചേർന്ന് പുതിയ സഖ്യങ്ങൾ രൂപീകരിക്കാനാണ് ട്രംപ് ശ്രമിക്കുന്നത്. എന്നാൽ ട്രംപിൻ്റെ പരിഭ്രാന്തമായ നയപരിപാടികൾ ഒപ്പം നിൽക്കുന്ന രാജ്യങ്ങളെ കൂടി പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. അവർ ബദൽ മാർഗങ്ങൾ തേടുകയും ചെയ്യുന്നു. ചൈനീസ് കറൻസിയായ യുവാൻ്റെ മൂല്യം കുറച്ചു കാണിച്ച് ചൈന വ്യാപാര നേട്ടം ഉണ്ടാക്കുന്നുണ്ട് എന്നത് ട്രംപിൻ്റെ സ്ഥിരമായ ഒരു പരാതിയാണ്. ഇത് അമേരിക്കൻ നിർമ്മാണ മേഖലയെ തകർക്കുന്നുവെന്നും തൊഴിലവസരങ്ങൾ ഇല്ലാതാക്കുന്നുവെന്നും അദ്ദേഹം വാദിക്കുന്നു. 2049 ഡോളറിന് പകരമായി യുവാനെ ലോക കറൻസി എന്ന പദവി നൽകാനുള്ള ചൈനയുടെ രഹസ്യ അജണ്ടയെ തകർക്കാനാണ് ട്രംപ് ശ്രമിക്കുന്നത്. ബ്രിക്സ് രാജ്യങ്ങൾക്കിടയിൽ ഡോളർ ഇതര വ്യാപാരം പ്രോത്സാഹിപ്പിക്കാനുള്ള ചൈനയുടെ നീക്കങ്ങളെ ട്രംപ് വളരെ ഗൗരവത്തോടെ ജാഗ്രതയോടെ ആണ് നിരീക്ഷിക്കുന്നത്. സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയ്ക്ക് ശേഷം അതീവ ജാഗ്രതയോടെ മുന്നോട്ട് നീങ്ങിയ ചൈന ഒരു നിശബ്ദ വിപ്ലവം തന്നെ നടത്തുകയാണ്. ലോകക്രമത്തിൽ സാരമായ ഒരു മാറ്റം വരും ദശകങ്ങളിൽ വരാനിരിക്കുന്നു എന്നതിൻ്റെ സൂചനയാണത്.